കൊല്ലം കണ്ടോൺമെന്റ് ഗവൺമെന്റ് TTIയിലെ കുരുന്നുകൾക്ക് പുതുവർഷ സമ്മാനമായി വർണ്ണക്കൂടാരമൊരുക്കി കോർപ്പറേഷൻ. കുട്ടികളുടെ കഴിവ് വികസിപ്പിക്കുന്നതിനാവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കുന്ന പദ്ധതി കേന്ദ്ര സഹായത്തോടെ കൊല്ലം കോർപ്പറേഷനും സർവശിക്ഷാ അഭിയാനും ചേർന്നാണ് നടപ്പിലാക്കിയത്. കുട്ടികളിൽ പഠനത്തോടൊപ്പം കലാപരമായും കായികപരമായും മറ്റു കഴിവുകളും വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളുകളിൽ വർണ്ണക്കൂടാര പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനം കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ് നിർവഹിച്ചു. രണ്ടായിരത്തി 2025 വരവേറ്റുകൊണ്ട് ഗവൺമെൻറ് TTIയിലെ കുരുന്നുകൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനമാണ് ഇപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത്. നമ്മൾ കൊല്ലം ജില്ലയിലാകമാനം 52 സ്കൂളുകളിലാണ് SSK പദ്ധതി തുക ഉപയോഗിച്ചുകൊണ്ട് ഇത്ര മനോഹരമായിട്ടുള്ള വർണ്ണക്കൂടാരങ്ങൾ നിർമ്മിച്ച് കുഞ്ഞു മക്കൾക്ക് നൽകിയിട്ടുള്ളത്. കൊല്ലം കോർപ്പറേഷനിലെ 10ാമത്തെ വർണ്ണക്കൂടാരമാണ് ഇന്നിപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സമർപ്പിച്ചിട്ടുള്ളത്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമ്മുടെ സ്കൂളുകളിലേക്ക് വരുമ്പോൾ അവരുടെ എല്ലാ കഴിവുകളെയും വികസിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനവും വർണ്ണക്കൂടാരത്തിലൂടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വരുന്ന രക്ഷകർത്താക്കളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളെ വിട്ടുകഴിഞ്ഞാൽ അവർക്കിനി മറ്റൊരു സ്ഥലത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും കലാ കായിക മറ്റ് കാര്യങ്ങൾ പരിശീലനം കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തിയാണ് കൊല്ലം കോർപ്പറേഷനും സർവശിക്ഷാ അഭിയാനും കൂടി ചേർന്ന് ചെയ്തിട്ടുള്ളത്. വളരെ അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് ഇനിയും ഇത്തരത്തിലുള്ള വർണ്ണക്കൂടാരങ്ങൾ വിവിധ സ്കൂളുകളിൽ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ വെച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ തന്നെ SSKയുമായി ബന്ധപ്പെട്ട 60% സെൻട്രൽ ഗവൺമെൻറ് ഗ്രാൻറ്റും 40% തുക നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഒരു വർഷം 1,80,00,000 രൂപയാണ് സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായിട്ട് കൊല്ലം കോർപ്പറേഷൻ നമ്മൾ വിതരണം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള വർണ്ണക്കൂടാരങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇത് സമയബന്ധിതമായി നമുക്കിത് ഇവിടെ പൂർത്തീകരിച്ചെന്ന ഇതിൻ്റെ ഏജൻസിയുണ്ട്, SSKയുടെ കോർഡിനേറ്ററുണ്ട്, നമ്മുടെ DOയും AEയും എല്ലാം ചേർന്നുകൊണ്ട്, അതുപോലെ ഇവിടുത്തെ സ്കൂളിലെ പ്രിൻസിപ്പളുണ്ട്, ഇവിടുത്തെ PT ഉണ്ട്, സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് എല്ലാവരും ഒരുമിച്ച് കൈകോർത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ പുതുവർഷത്തിൽ കുഞ്ഞുങ്ങൾക്ക് സമ്മാനമായി നൽകാൻ കഴിഞ്ഞത്. ഇതിൻ്റെ പരിപാലനം ഇന്ന് നമ്മൾ ഇവരെ ഏൽപ്പിക്കുകയാണ്. ഇനി ഇത് പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഉത്തരവാദിത്തം സ്കൂളിനും PTAയ്ക്കും സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പിനുമാണ്. ഇത് ഇതേപോലെ തന്നെ നിലനിർത്തി വരും തലമുറയ്ക്ക് അടുത്ത വർഷത്തെ കുഞ്ഞുങ്ങൾക്കും എല്ലാം കൊടുക്കുന്നതിന് ഇവരുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. എല്ലാവർക്കും ഒരു പുതുവത്സരത്തിൻ്റെ നന്മയും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ 60% ഗ്രാന്റും 40% തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പണവും ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൊല്ലം കോർപ്പറേഷൻ 10ാമത് വർണ്ണക്കൂടാരമാണ് കണ്ടോൺമെന്റ് TTIക്ക് പുതുവർഷത്തിൽ സമ്മാനിച്ചത്. ഇത്തരം പദ്ധതിയിലൂടെ കുട്ടികളെ പരിശീലനത്തിനായി രക്ഷിതാക്കൾ മറ്റൊരിടം തേടേണ്ടി വരില്ലെന്ന് മേയർ പറഞ്ഞു. ചുവരുകളിൽ ചിത്രങ്ങൾ കൊണ്ടും പല വർണ്ണങ്ങൾ കൊണ്ട് മനോഹരമായി പെയിന്റ് ചെയ്ത 2 ക്ലാസ് മുറികളാണ് വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയത്. കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുവാൻ ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ക്ലാസ് മുറികളിൽ സജ്ജമാണ്. സ്കൂളിന്റെ മുറ്റത്തായി ചെറു കാറുകളും സൈക്കിളും ഊഞ്ഞാലും ഒക്കെയായി കുരുന്നുകൾക്കായി മനോഹരമായ ഒരു ചെറിയ പാർക്ക് നിർമ്മിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S. സവിതാദേവി, പ്രിൻസിപ്പാൾ സജി, PTI പ്രസിഡന്റ് സുനിൽ രാധാകൃഷ്ണൻ, വർണ്ണക്കൂടാരം കോർഡിനേറ്റർ അപർണ മോഹൻ, DDE KI ലാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.